ഹലോ ഗൈസ്, എൻ്റെ മോനെ ഭയങ്കര ആഗ്രഹം. അവന് കടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വേടൻ്റെ പാട്ട് പറയണമെന്ന്. എന്നാൽ പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹിച്ചല്ലേ നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് അവനെയും കൊണ്ട് നേരെ കടലിൽ പോയി. ഇത് സ്ഥലം വെട്ടുകാട് പള്ളിയാണ്. ട്രിവാൻഡ്രം വെട്ടുകാട് പള്ളിയുടെ ഫ്രണ്ടിലുള്ള കടലാണ്. അപ്പം അവിടെ പാട്ടെല്ലാം പാടിക്കഴിഞ്ഞ ശേഷം ഭയങ്കര മണ്ണിക്കളിയാണ് ഗൈസ്. ഇതെന്താണെന്നറിയാമോ? ഇത് കുഴിയെടുക്കും. ഇങ്ങനെ കുഴിയെടുത്ത് വയ്ക്കുമ്പോൾ കടൽ തീര വരുമ്പോൾ അതിൽ വെള്ളം നിറയും. അപ്പോൾ അതിലിരുന്ന് കളിക്കണം. അതിന് വേണ്ടി ഇരുന്ന് 3 പേരും ഇതായിരുന്നു പരിപാടി. കുഴിയെടുത്ത് അവിടെ എവിടെയെല്ലാം ഇട്ടേക്കുവാണ്. ഗൈസ് കണ്ട വെള്ളം വരും. ഓരോ പ്രാവശ്യം വെള്ളം വരുമ്പോൾ അതിൽ നിറഞ്ഞ് കുറച്ച് നേരം കിടക്കും. അപ്പോൾ ഭയങ്കര സ്പീഡിൽ കുഴിയെടുത്ത് വെച്ചേക്കുവാണ് ഗൈസ്. ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് അങ്ങനെ കുഴിയെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വന്ന് അതിലേക്ക് വെള്ളം നിറയും ഗൈസ്. ഇതാക്കണ്ടോ, ഇങ്ങനെ നിറയുമ്പോൾ അമ്മ ഓടി വന്ന് അതിൽ കളിച്ച് കുറച്ച് പെട്ടെന്ന് തന്നെ ആ വെള്ളമെല്ലാം പറ്റിപ്പോവും. അതോടുകൂടി അവനൊരു അടുത്ത കുഴി എടുക്കാൻ പോകും. പിള്ളേർക്ക് കടൽ കാണുമ്പോൾ ഭയങ്കര രസമല്ലേ ഗൈസ്? പിള്ളേർക്കെല്ലാം വലിയവർക്കും ഭയങ്കര രസമാണ് കടൽ കാണുമ്പോൾ. കടലിൽ കളിക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. പക്ഷേ ഗൈസ്, ഈ സമയത്ത് കടൽ ഭയങ്കര തിരയാണ്. കടലിൽ കളിക്കുന്നത് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നത് അത്ര അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ ഒരുപാട് നേരം നിന്നില്ല, കാരണം ഭയങ്കര തിര ഓരോ സമയവും ഭയങ്കര കൂടുതലായിട്ട് വരുമായിരുന്നേ. പിന്നെ അവരങ്ങ് കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് മാറുന്നു. തിര വരുമ്പം തിരയുടെ പുറകെ ഓടുക, തിരിച്ച് വരിക. കണ്ടോ, ഇതൊക്കെയാണ് വരിക. അവിടെ മോളും കുഴിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം വന്ന് ഉടനെ അങ്ങോട്ട് ഓടി. കണ്ടോ ഗൈസ്, ഇതിങ്ങനെ ചുമ്മാ ഇതെന്താണ് ഇതിൽ രസമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവർ വീണ്ടും അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കടൽത്തിര വരുന്നു, ആ കുഴി അടഞ്ഞു പോകും. വീണ്ടും അവർ വരും. ഇത് തന്നെ. അയ്യോ ഗൈസ്, എൻ്റെ മോൻ താഴെ വീണ്. അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഗൈസ്. അവൻ്റെ നിക്കറും ബനിയനും എല്ലാം നനഞ്ഞ്. കാരണം കള്ളത്തിരയാണ് ഗൈസ്. ഇപ്പോൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. കള്ളത്തിര അടിച്ച് കയറി അങ്ങ് വരുവാണ് ഗൈസ്. അപ്പോൾ പിള്ളേരിങ്ങനെ കളിക്കുകയാണ്. മാന്താണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് അറിയാൻ 2 പേർക്കും. പട്ടികൾ പോലും ഇത്ര നന്നായിട്ട് മാന്തോന്ന് തോന്നുന്നില്ല. അതുപോലെയാണ് കിടന്ന് മാന്തുന്നത്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ കടൽ. ഇത് വെട്ടുകാട് പള്ളിയുടെ അടുത്തുള്ള. അവൻ കിടന്ന് ഭയങ്കര ബഹളമാണ്. പോകാമെന്ന് പറഞ്ഞതിന് ഞാൻ ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ് തിര? കണ്ടോ, നമുക്കൊരു സാധാരണ സമയത്തുള്ള തിര പോലെയല്ല. ഭയങ്കര കാറ്റടിച്ച് കയറി വരുവാണ് ഗൈസ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അതാണ് വരുന്ന തിരകൾ. ഞങ്ങൾ ഇങ്ങനെ നിന്നുപോയി ഗൈസ്. നല്ല തിരയുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെ മാറിയിട്ടുണ്ട്. നമ്മൾ ആൾ കുറഞ്ഞിടത്തേക്ക് കുറച്ച് മാറിയെന്നാണ് ഇത് ചെയ്യുന്നത്. അവന്മാരല്ലെങ്കിൽ അവന്മാർക്ക് ഡിസ്റ്റർബൻ്റ് ആവില്ലേ അവന്മാരുടെ കളിക്ക്. കണ്ടോ, 3 പേരുടെ ഒന്നിച്ചെടുത്ത് കുഴിയെടുക്കുന്നു. ഇവരിവിടെ ഒരു കിണറുണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. അതാ നല്ല തിര ഗൈസ്. അടുത്ത വീണ്ടും തിര വരും. എനിക്കാണെങ്കിൽ തിര കൂടുന്നതനുസരിച്ച് പേടി വരുക. പക്ഷെ ഇവർ വരുന്നില്ല ഗൈസ്. എത്ര വിളിച്ചിട്ട് അവർ വരുന്നില്ല. അവർ കളിയാണ് ഗൈസ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു ഗൈസ്. അതിൻ്റെ ഒരു ഈർപ്പം കാരണം എല്ലാവരും മഞ്ഞ് കയറിയപടിയാണ് കിടന്നിരുന്നത്. ഈ ശക്തമായിട്ട് തിര വരുമ്പം നല്ല ഈർപ്പം അടിച്ച പോലെ കിടന്നിരുന്ന്. ഇവന്മാർ വരുമെന്ന് തോന്നുന്നില്ല. ഇവന്മാരുടെ കുഴിയെടുത്ത് വെയിറ്റിങ്ങിലാണ്. വീണ്ടും വെള്ളം വരാൻ വേണ്ടി. അപ്പം നല്ല രസമാണ് ഗൈസ് ഇതൊക്കെ കണ്ട്. നിങ്ങളും കടലിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ എൻജോയ് ചെയ്യാറുണ്ടോ? അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലത്തെ ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് തരണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ. ഞങ്ങൾ പോവാണ് കടലിൽ നിന്ന്.